Good morning, sir. Nancy, good morning. Good morning, sir. Good morning, sir. Good morning, sir. Jaymol, Aisa, good morning. Good morning, sir. Sudhi, good morning. Tondavanaka Mario. Mari, sir, Mari. Okay. Good morning, sir. Arathi, good morning. Good morning, sir. Harida, good morning. Good morning, sir. Good morning, sir. Vidya, Jinsi, good morning. Sir. Larry, good morning. Prayer ആയിരുന്നു നമുക്ക് prayer ഒക്കെ വെച്ച് തുടങ്ങി വെക്കാം അപ്പോഴേക്കും ആൾക്കാർ വരുമെന്ന് വിചാരിക്കും. Sir, ഞാനാണ്. ഓക്കെ ജയ്മോൾ. സ്നേഹരൂപം കൊളുത്തിടാമേ സ്നേഹരൂപം ചിരം ചിരം ജ്ഞാനദീപമണഞ്ഞിടാതെ കാത്തുകൊള്ളണേ നിത്യവും നന്മ കൂട്ട മനസ്സുമായി പൊന്നമ്മ നൽകിയ പുണ്യമായി മൺചിരാതു കൊളുത്തിടാതെ കാത്തുകൊള്ളണേ നിത്യവും. ഓക്കെ ജയ്മോൾ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, യെസ്. Good morning. Thought Yes. of the day. Yes, okay, continue. Yesterday is gone. Tomorrow has not yet come. We have only today. Let us begin. Mother Teresa. Thank you. Yes, only we have today. Very good, very good. Lisa? Yes. About signing on? സാറേ ഞാന് Yes, okay, Sudhi, continue. ഞാനൊരു കഥയാണ് പറയാൻ പോകുന്നത്. Okay. അമ്മുവും മാളും നല്ല കൂട്ടുകാരായിരുന്നു. അവർ ഒന്നിച്ചാണ് പഠിച്ചതും കളിച്ചതും. അമ്മു നല്ല കുട്ടിയായിരുന്നു. അമ്മ പറയുന്നതെല്ലാം അമ്മു അനുസരിക്കുമായിരുന്നു. എന്നാൽ മാളു മഹാവികൃതിയായിരുന്നു. ആരെയും അനുസരിക്കത്തില്ല. ഒരു ദിവസം അമ്മുവും മാളും മുറിയിരുന്ന് കളിക്കുമായിരുന്നു. മാളുവിന്റെ അമ്മ ഓരോ കഷ്ണം കേക്ക് കഴിക്കാൻ കൊടുത്തു. കിടക്കയിൽ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുകയെന്ന് അമ്മുവിനറിയാം. എന്നാൽ മാളു കിടക്കയിൽ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. മാളു കിടക്കയിരുന്ന് കേക്ക് കഴിക്കാൻ തുടങ്ങി. അമ്മു പറഞ്ഞു, മാളു, നമുക്ക് പുറത്തു പോയിരുന്ന് കഴിക്കാം, ഇല്ലെങ്കിൽ കേക്കിന്റെ തരികൾ കിടക്കയിൽ വീഴും. അമ്മ പറഞ്ഞു. മാളു കേട്ടില്ല. അല്പം കഴിഞ്ഞ് കിടക്കയിൽ വീണ് കിടക്കുന്ന കേക്ക് തരികൾ കഴിക്കാൻ ഉറുമ്പുകൾ കൂട്ടമായി എത്തി. ഇതുമറിയാതെ മാളു രാത്രി ഉറങ്ങാൻ കിടന്നു. ഉറുമ്പുകൾ മാളുവിനെ കടിയോട് കടി. ഉറങ്ങാൻ കഴിയാതെ അവൾ ഉറക്കെ കരയാൻ തുടങ്ങി. കേക്ക് തരികൾ കിടക്കയിൽ വീണതാണെന്ന് കുഴപ്പമെന്ന് മാളുവിന് മനസ്സിലായി. പിന്നീട് മാളു അമ്മുവിനെ പോലെ എല്ലാവരെയും അനുസരിക്കുന്ന നല്ല കുട്ടിയായി തീർന്നു. Very good, very good. Experience is the best teacher. അല്ലേ സുധി? Yes, okay, okay, okay. Very good, very good, very good. Yes. അപ്പൊ നമ്മുടെ ടൈം ടേബിളിലെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നില്ല നമ്മുടെ ക്ലാസ് ആദ്യം? ഇതാരൊന്നും വേണ്ടാത്ത ട്യൂസ്ഡേ ഫ്രൈഡേ ആണ് സാറിന്റെ ടൈം ടേബിളില്. ട്യൂസ്ഡേ ഫ്രൈഡേ ആണ്. അതെ, തേഴ്സ്ഡേ അശ്വതി ടീച്ചറിന്റെ ക്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, അതിന് മുമ്പ് എന്തായിരുന്നു? അതിന് മുമ്പ് ഞാനായിരുന്നു. അല്ല സാർ. ആ ടൈം ടേബിളിന് മുമ്പ്. ഓക്കെ, ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് തരുന്നില്ല. ഇനി ഫ്രൈഡേ ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞതാണ്. യെസ്, ഓക്കെ ഓക്കെ. ടൈം ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറ്റു ടീച്ചർമാരുടെ
ഇതനുസരിച്ച് റീഷഫിൾ ചെയ്യേണ്ടി വന്നപ്പോൾ അങ്ങോട്ട് പറയുന്നത്. ഓക്കെ, ലെറ്റ് us come to the point. സർ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലായിരുന്നു ഞാൻ. ഇൻട്രൊഡക്ഷൻ അല്ലേ, സുജി പറഞ്ഞിട്ടുണ്ടായില്ല അല്ലേ? ഓക്കെ ഓക്കെ, സുജിക്ക് അന്ന് സുജി അത് പറഞ്ഞില്ല. അതെ അതെ പറയട്ടെ സാർ. Okay, good morning sir. My name is Srutilakshmi Suji. I am 31 years old. I am from Brahmamangalam in Kottayam district. My educational background is I completed my schooling in Holy Ghost Convent School Thottakathura, and later I completed my higher secondary education Government Boys School in North Parur. Then I completed my graduation in BCom at MS College Kundara, and I completed my post-graduation in MCom at MS College Marambali. After that, I joined in the institute IES Kadavandra for banking coaching. I attended so many exams and passed the prelims exams of some of them. However, due to health issue, I want to take a break. Currently, I am pursuing the Montessori training course for teaching. My talents and achievements from childhood, I have been passionate about singing and dancing. I actively participated youth festivals and Samskrita Kalotsavam, and I won so many prizes for it. About my family, my father Prakashan, he's a blacksmith, and my mother Shobana, she's a homemaker. I have two elder sisters. My husband Srihari, he's an assistant professor in Adishankara College, Kaladi, and I have a 6-year-old daughter named Parvana. My hobbies are singing, dancing, and cooking. My ambition is to become a dedicated Montessori teacher, and I will try my best. Thank you, sir. Very good, Sudhi. Oh, very good, very good. Late ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് വളരെ കറക്റ്റ് ആണ് സുധിയുടെ കാര്യം. ലേറ്റ് ആയിട്ട് വന്നെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നു. സോ യു ആർ ഫ്രം കുന്നുകര, ഐ തിങ്ക്. Yes, sir. Yes, കുന്നുകര. വെരി ഗുഡ്. നിയർ മഞ്ഞാലി, മഞ്ഞാലി അങ്കമാലി റൂട്ട്. ഓക്കെ. അതെ അതെ അതെ. ഓക്കെ ഓക്കെ. മാറമ്പള്ളി സ്കൂളിലൊക്കെ പഠിച്ചു, പിന്നെ തോട്ടക്കാട്ടുകര പഠിച്ചവர்களായി ചോദിച്ചു. ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് തോട്ടക്കാട്ടുകര വന്നത്? തോട്ടക്കാട്ടുകര റീസൺ? ഞാൻ എനിക്ക് പാട്ടും ഡാൻസൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുപ്പം തൊട്ടിട്ടേ ഓരോ കോമ്പറ്റീഷനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഹോളി ഗോസ്റ്റിൽ ഒരുപാട് ചാൻസസ് ഉണ്ട്, അവിടെ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ചേർന്നു അവിടെ. പോയായിരുന്നു. ഞാൻ സംസ്കൃത കലോത്സവത്തിനൊക്കെ പോയിട്ടുണ്ട്. അതെ അതെ അതെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ സുധി പാട്ട് പാടുമെന്ന് പറഞ്ഞു. പാടും. നമുക്ക് പാട്ട് വെച്ച് കൊടുക്കാം സുധി ഇന്നത്തെ ക്ലാസ്. ഇപ്പോഴോ? ഓക്കെ, പാടാം. അല്ലീളം പോവോ ഇല്ലിമുളം തേനോ തിങ്ങിളനീൻ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ അല്ലീളം പോവോ ഇല്ലിമുളം തേനോ. താങ്ക് യു സർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ജയ്മോള്, ആൻസി, ഐസ, വിദ്യാർത്ഥി അഭിനന്ദനങ്ങൾ. So I appreciate your mind to sing. പറഞ്ഞപ്പോൾ പാടാൻ മനസ്സിലാ മനസ്സിലാണെന്ന്. ഓക്കെ ഓക്കെ താങ്ക് യു സർ. ഇത് നമ്മുടെ ജനസംഖ്യ വളരെ കുറവാണല്ലോ ആൻസി, 18 പേരിലുള്ളത് പറ്റി. സർ കിട്ടില്ല, എന്തുവാ സർ? ഇന്ന് നമ്മുടെ ജനസംഖ്യ വളരെ കുറവാണല്ലോ, ഇത് പറ്റി. സർ അത് അറിയത്തില്ല സർ, അത് വർക്ക് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. യെസ്. അപ്പോ നമുക്കിന്ന് വേറൊരു കാര്യത്തിലേക്ക് കടന്നതിന് ശേഷം നമുക്ക് അങ്ങോട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. യെസ്. അപ്പൊ ഞാൻ ആൻസിയോട് തന്നെയാണ് ചോദ്യം ചോദിക്കുന്നത്. ആൻസി ഐശ്വര്യമായിട്ട് തുടങ്ങുന്നതാണ്. ഞാനൊരു വിഷയം പറയും. കുറച്ച് നാളിന് മുമ്പ് സർ പറഞ്ഞോ.
മ്യൂട്ട് ചെയ്തോ, കേട്ടാൽ മതി, ഞാൻ സമയം എടുക്കും. യെസ്, ഓക്കെ. കുറച്ച് നാളിന് മുമ്പ് നമ്മുടെ പ്രേംകുമാർ എന്ന് പറയുന്ന ഒരു സിനിമാ താരം ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം ഇതാണ്: സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ വിഷമയമാണ് എന്ന് ഒരു അഭിപ്രായം പറഞ്ഞു നമ്മുടെ പ്രേംകുമാർ. അപ്പൊ അദ്ദേഹമാണ് ഇപ്പോഴത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. നമ്മുടെ രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലേക്കാണ് പുള്ളി വന്നിട്ടുള്ളത്. അപ്പോൾ പുള്ളി പറഞ്ഞ അഭിപ്രായമാണ് സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ വിഷമയമാണ്. അത് പുള്ളി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് വളരെ കോൺട്രവേഴ്സ്യലായിരുന്നു. അപ്പൊ കുറച്ചു പേര് പറഞ്ഞത് അത് ശരിയാണ്, 100% കറക്റ്റാണ്. കാരണം സീരിയലുകളുടെ ദോഷം, അതിന്റെ പ്രശ്നങ്ങൾ അതൊരിക്കലും അവസാനിക്കുന്നില്ല. മാത്രമല്ല, ഇത് അമ്മായിയമ്മ മരുമകൾ തമ്മിലുള്ള ഒരു ടഗ് ഓഫ് വടംവലിയിലോട്ട് വരുന്നു, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിലേക്ക് വരുന്നു, ഒരുപാട് ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് വാട്ട് പ്രേംകുമാർ സെറ്റ് ഈസ് കറക്റ്റ്. എന്താണോ പ്രേംകുമാർ പറഞ്ഞത് അത് കറക്റ്റാണ്. കുറച്ചു പേര് വേറെ അഭിപ്രായം പറഞ്ഞു. പ്രേംകുമാറിന്റെ അഭിപ്രായം ശരിയല്ല. കാരണം സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീരിയലായിട്ട് മാത്രം കാണുക. അത് പ്രത്യക്ഷമായും പരോക്ഷമായും ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സംരംഭം കൂടിയാണ്. ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒരുപാട് ആളുകൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ആളുകളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ എല്ലാവർക്കും സിനിമയിൽ വരാൻ പറ്റില്ല, പ്രകടിപ്പിക്കാനായിട്ടുള്ള അവസരമാണ്. ടെക്നിക്കലായിട്ട്, സംഗീതപരമായിട്ട്, മ്യൂസിക്കലായിട്ട് ഒരുപാട് ആളുകൾക്ക് അവസരം കിട്ടാൻ ആരംഭിച്ചത് ഈ സീരിയലിന്റെ വരവോടുകൂടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഈവൻ പ്രേംകുമാർ തന്നെ വന്നത് ഒരു സീരിയലിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല എന്ന അഭിപ്രായം രണ്ടാമത് കുറച്ചുകൂടി. യെസ്, ഇത് രണ്ടും ഉണ്ടായ സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രേംകുമാറിന്റെ അഭിപ്രായത്തോട് യോജിക്കാം. അപ്പൊ നിങ്ങൾക്ക് പറയാം, ഐ എഗ്രി വിത്ത് ദ ഒപ്പീനിയൻ ഓഫ് പ്രേംകുമാർ ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് 2-3 കാരണങ്ങൾ പറയാം എന്തുകൊണ്ടാണ് പ്രേംകുമാറിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഐ ഡിസഗ്രി വിത്ത് പ്രേംകുമാറിന്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല ബിക്കോസ്. കാരണം എന്താണ് അത് പറയാം. അപ്പൊ നിങ്ങൾ അതിന് പറയാൻ പറ്റിയ 2-3 കാരണങ്ങൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന പേപ്പറിലെ പോയിന്റ് മാത്രം എഴുതുക. നിങ്ങൾക്ക് അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ സപ്പോർട്ട് ചെയ്യാം, ഓർ അഗെയിൻസ്റ്റ് ആവാം. ദാറ്റ് ഈസ് യുവർ വിഷൻ. അതൊരു പ്രശ്നമേ ഇല്ല. സീരിയലിൽ ഞാൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ വില കുറച്ച് കാണുമോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അത് നമ്മളത് ഇംഗ്ലീഷിൽ പറയും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോൺകോഡിലോട്ട് വരാം. ആദ്യം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദി സീരിയൽ. യു ക്യാൻ എഗ്രി വിത്ത് പ്രേംകുമാർ, യു ക്യാൻ ഡിസഗ്രി വിത്ത് പ്രേംകുമാർ. അപ്പൊ ആൻസിയാണ് ഐശ്വര്യമായിട്ട് ആരംഭിക്കേണ്ടതാണ്. ആൻസിക്ക് എന്താണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്? കാരണം യു ആർ സഫറിങ് ദിസ് ഇൻസിഡന്റ് ഇൻ യുവർ ഹോം. നിങ്ങളുടെ വീട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടാവാം. യെസ്, ഓക്കെ പറയാൻ പറ്റും. ഇനി സീരിയൽ അനുഭവിക്കുന്നവർ പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്. 70-80 വയസ്സായ അപ്പാപ്പന്മാരെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഒരു എൻജോയ്മെന്റ് ആണ് സീരിയൽ. അവര് വൈകുന്നേരം ആകുമ്പോൾ മുതൽ അത് കണ്ടുകൊണ്ട് അവിടെ ഇരുന്നോളും. അവർക്ക് പുറത്തു പോയി ആസ്വദിക്കാൻ പറ്റുന്ന കലാരൂപങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവര് ദേ ആർ എൻജോയിങ്. ഇറ്റ് ഈസ് enjoyed by the old people, the most elder people of the house. Okay, അപ്പോൾ ആൻസി, ഐ കം ടു യു. ഞാൻ ആൻസിയിലേക്ക് വരികയാണ്. ആൻസിയുടെ അഭിപ്രായം പറയാം. അത് കഴിയുമ്പോൾ നിങ്ങൾ മെസ്സേജ് ഇട്ടോ. സാറേ, അടുത്തത് ഞാൻ പറയാം. ഇതിനെ പറ്റി മെസ്സേജ് ഇട്ടോ, ഞാൻ അവരെ വിളിച്ചോളാം. സർ, ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. കാരണം ഞാനൊരു കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയാണ് സർ. എന്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ സീരിയൽ കാണുന്നതും. സാർ, എനിക്ക് 27 വയസ്സേ ആയിട്ടുള്ളൂ. ഞാൻ 22ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞാണ്. അന്ന് തൊട്ട് ഞാൻ എൻ്റെ മദർ ഇൻ ലോ എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആയിട്ട് ഈ സീരിയലിന്റെ ഇതെല്ലാം വെച്ച്, കാരണം നമ്മള് ഈ 6:30 എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്ത്യൻസ് പ്രെയർ ചൊല്ലുന്ന ടൈമാണ്. ആ ടൈമിൽ നമ്മൾ ഒരു അരമണിക്കൂർ നമ്മൾ ദൈവത്തിനായിട്ട് വെക്കണമെന്നാണ്. പക്ഷെ ഇവിടെ അതും ഇല്ല. ആ ടൈമിലും സീരിയൽ, സിനിമ എന്നൊക്കെ പറഞ്ഞ കുറെ പ്രശ്നങ്ങളാണ്. അപ്പൊ എനിക്കിതിനോട് ഞാൻ യോജിക്കുന്നില്ല.
അപ്പൊ പ്രേംകുമാറിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. സർ ഞാൻ രണ്ടിലും നിൽക്കുകയാണ് സർ. അതും വേണം, കാരണം അവർക്ക് അതൊരു അവരുടെ സാമ്പത്തികത്തിന് അവർക്കും ഒരു ജോലി വേണമല്ലോ. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീടുകളിൽ പ്രശ്നം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഈ സീരിയലിൽ കണ്ട് അമ്മ മരുമോൾ പോരെന്നൊക്കെ പറഞ്ഞ് കുറെ നടക്കുന്നുണ്ട് സർ. ഞാൻ കുറെ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ എന്റെ ഒരു ഇതിൽ നിന്ന് പറയുന്നതാണ് സർ. എനിക്ക് ഓക്കെ, താങ്ക് യു സർ. എന്തോ സാർ? ഞാൻ എടുത്തിട്ട വിഷയം കറക്റ്റ് ആണ് അല്ലേ? അതെ, കറക്റ്റ് ആണ് സാർ, 100% കറക്റ്റ് ആണ്. അപ്പോ ചിത്രക്ക് എന്താ പറയാനുണ്ടെന്ന് തോന്നുന്നു? കുറച്ചുകൂടി ഇംഗ്ലീഷിലോട്ട് ആക്കി കേട്ടോ. ഐ അഗ്രി, ഡിസ്അഗ്രി അങ്ങനെ പറയട്ടെ, നമുക്ക് ഇംഗ്ലീഷ് കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യണമല്ലോ. യെസ്, ഓക്കെ ചിത്ര, കണ്ടിന്യൂ. സർ, ഞാന് ഐ നോട്ട് അഗ്രി Premkumar's opinion. With Premkumar opinion because ബാക്കി മലയാളത്തിൽ പറയാല്ലേ? ഇംഗ്ലീഷിലോട്ട് ആക്കും. പറഞ്ഞു തുടങ്ങിക്കോ. ഞാൻ സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ഞാനിപ്പോ ആൻസി പറഞ്ഞ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഞാനും. ഞാൻ 20 വയസ്സിൽ കല്യാണം കഴിഞ്ഞതാണ്. ഇപ്പൊ ഇത്രയും വർഷമായി ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് എന്റെ അവസ്ഥയും. അതുകൊണ്ട് ഞാൻ അതിനോട് യോജിക്കുകയാണ്. എന്നുവെച്ചാ അത് അത്ര നല്ലതല്ല. കാരണം എന്താ വെച്ചാല് ഇത് ഒരു ടൈം ഒരു 6:30 തൊട്ടിട്ട് ഒരു 10 മണി വരെയാണ് ടൈം. ആ ടൈമില് കണ്ട് പിന്നെ അത് കഴിഞ്ഞ് അത് വീണ്ടും ഒരു മണിക്കോ എത്ര മണിക്കോ വീണ്ടും അവരത് വീണ്ടും അത് ഏഷ്യാനെറ്റിൽ തന്നെ വീണ്ടും അത് ഇടുന്നുണ്ട്. ആ സമയത്ത് ഈ സെയിം ഇത് കണ്ടത് തന്നെ വീണ്ടും അവര് ഈ ഉച്ചയ്ക്ക് ഇരുന്ന് കാണും. അതില് ഭയങ്കര ഒരു അഡിക്ഷനാണ്. നമ്മളത് കാണാം, ഓക്കെ. പക്ഷെ അത് അഡിഷനായിട്ട് പിന്നെ അതിൽ തന്നെ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് തന്നെ നിൽക്കുമ്പോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചിത്ര, വെരി ഗുഡ്. അപ്പോ you are agreeing with the opinion of the Prem Kumar. It is an addiction. It creates so many problems in the family. Okay. Deepthi Srijit, what is your opinion about it? ആർക്കെങ്കിലും പറയാട്ടോ, ഞാൻ ആരെ വിളിക്കാൻ വേണ്ടി നോക്കിക്കണ്ട. ദീപ്തി. Yes, sir. What is your opinion about it? My opinion is, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. My opinion is, I agree the statement of Mr. Prem Kumar. Actually, Yes. some of families make problems related Yes. to serial. Yes. They act like serial characters. Yes. So the characters in the serial, okay. Serial is always, actually serial is always make problems to some families. Yes. That's all. That is all. Chitra, you told that you agree with, more or less you agree with the Prem Kumar's opinion. Suppose that you get a chance to act in a serial, will you accept the offer? ചിത്രക്കാണ് സീരിയലിൽ അഭിനയിക്കാൻ അവസരം കിട്ടണമെന്ന് വിചാരിക്കും. ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ സീരിയൽ എഴുതുന്നവര് അവര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ദിവസത്തേക്ക് 15,000 രൂപ 13,000 രൂപ ഒക്കെയാണ് സീരിയലിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ചിത്രക്ക് ഒരു ഓഫർ വരെയാണ്, ദിവസം 13,000 രൂപ വെച്ച് തരും അഭിനയിക്കുക എന്ന് പറഞ്ഞൊരു ഓഫർ വന്നാൽ will you accept that offer? ഞാൻ ഗുഡ് ക്യാരക്ടർ കിട്ടുകയാണെന്നുണ്ട് വെച്ചാല് ഞാൻ അഭിനയിക്കും. സീരിയല് മോശമാണെന്നല്ല സർ പറയുന്നത്, പക്ഷെ അത് കാണുന്നവര് ആ സെയിം ക്യാരക്ടർ വെച്ചിട്ട് നടക്കുകയാണ്. അതാണ് പ്രശ്നം വരുന്നത്. അതിലായിട്ട് അഡിഷൻ ആവുക. പിന്നെ അവര് ആ ഒരു സെയിം ക്യാരക്ടർ, ഇപ്പൊ ഒരു അമ്മായിമ്മ റോളാണെങ്കിൽ അതില് നല്ല അമ്മായിമ്മമാരും ഉണ്ട്, ചീത്തതും ഉണ്ട്. പക്ഷെ ആ ബാഡ് ആയിട്ടുള്ള ആളുടെ ആ ഒരു ഇത് വെച്ചിട്ട് നടക്കുകയാണ്. അതാണ് പ്രശ്നം വരുന്നത്. Yes, very good. Okay. ചിത്ര, ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഫോർ ഫൺ, അതാണ് ഞാൻ ചോദിച്ചത്. ഇത് ഞാൻ വേറെ കുട്ടിയോട് ചോദിച്ചു. അപ്പൊ അവര് സീരിയലിനെ അങ്ങനെ നിശ്ചിതമായിട്ട് വിമർശിച്ചു. അപ്പൊ അത് കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു, ഇതേപോലെ ഒരു ഓഫർ കിട്ടിയാലോ?
അപ്പൊ ഞാൻ പോകും. എന്താണ് അത് എനിക്ക് കാശിന്റെ ആവശ്യമുണ്ട്, അപ്പൊ ഞാൻ പോകും. ഞാൻ ഇതിനെതിരാണ്, പക്ഷെ ഐ നീഡ് മണി, സോ ഐ വിൽ ഗോ ഫോർ ദാറ്റ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ ഇനി ആരാണ് പറയുക? വിദ്യ, ഹാവ് യു എനി ഐഡിയ? യെസ്, ജിൻസി പറഞ്ഞോളൂ. ജിൻസി. Good morning, sir. യെസ്, ഗുഡ് മോർണിംഗ്. I am disagree with the opinion of Mr. Prem Kumar, sir, യെസ്, വൈ? because it is for entertainment. യെസ്. After your work, you can enjoy the screen time. യെസ്. ഇപ്പൊ തന്നെ എന്റെ മമ്മി തനിച്ചേ ഉള്ളു സാർ നാട്ടിൽ. അപ്പൊ മമ്മീനെ സംബന്ധിച്ചിടത്തോളം മമ്മിയുടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഹി യൂസ്ഡ് ദ സ്ക്രീൻ ടൈം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്കത് നന്നായിട്ടാണ് തോന്നുന്നത്. തനിച്ചുള്ള ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് മറ്റാരും ഇല്ലല്ലോ. അപ്പോൾ അവരത് സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നതിലൊന്നും തെറ്റില്ലെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഡോണ്ട് അഡിക്റ്റ് വിത്ത് ദ ക്യാരക്ടേഴ്സ്. നമ്മൾ ഒരുപാട് അഡിക്റ്റ് ആയി പോവാതെ അവരുടെ ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചെല്ലാതെ നമ്മുടെ ജീവിതം അതങ്ങനെ നടന്നോട്ടെ. ഇതിനെ എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം കാണുക എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ നമുക്കതില് അവര് ആക്ടേഴ്സ് അവരുടെ ജോലി ചെയ്തോട്ടെ, ടെക്നീഷ്യന്മാരുടെ അവരുടെ ജോലി ചെയ്തോട്ടെ, ഓരോരുത്തരും അവരവരുടെ ജീവിതം എങ്ങനെയാണെങ്കിലും ജീവിച്ചു തീർത്തോട്ടെ. പക്ഷെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ ലൈഫാണ്. അപ്പൊ നമ്മൾ സ്റ്റഡി ആയിട്ട് ലൈഫിൽ നിന്നിട്ട് എന്റർടൈൻമെന്റ് ഈക്വൽ വേണമല്ലോ. നമുക്ക് ലൈഫ് ഒരു സൈഡ് വേണം, നമുക്ക് എന്റർടൈൻമെന്റും വേണം. അപ്പോൾ നമുക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് സീരിയൽസ് ഒക്കെ കാണുന്നതിൽ തെറ്റുണ്ടെന്നാണ് എന്റെ അഭിപ്രായം സാർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് എപ്പോഴും ഒരു അഭിപ്രായം വേണം. അഭിപ്രായമുള്ളവരുടെ ആളുകൾ അഭിപ്രായം ചോദിക്കും. അപ്പൊ നമുക്ക് നിലപാട് വേണം. അതായത് നമ്മുടെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് ജിൻസി, വെരി ഗുഡ് ഫോർ യുവർ ഒപ്പീനിയൻ. യെസ്, Vidya. Yes, sir. What is your opinion about the serials? I disagree with the Prem Kumar opinion, sir. Because some members getting job and enjoy the older people. But the series is not long episode. Yes. കുറച്ച് ഒരു ചെറിയൊരു എപ്പിസോഡിൽ നിർത്താവുന്നേ ഉള്ളൂ അവർക്ക്. ഒപ്പീനിയൻ അങ്ങനെ വരാൻ കാരണം സർ, അത് ആദ്യം മുതലേ ഉണ്ട് ഈ മരുമകൾ അമ്മായിമ്മ പ്രശ്നം. അതിപ്പോ ഒരു സീരിയൽ കണ്ടുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം തുടരണമെന്നില്ല. ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ് 18 വയസ്സിൽ എന്നെ കല്യാണം കഴിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫാമിലിയിൽ പ്രോബ്ലം ഇല്ല എന്നല്ല, പ്രോബ്ലം അന്ന് മുതലേ ഉണ്ട്. പക്ഷെ ഇവിടെ സീരിയൽ കണ്ടോണ്ടല്ല പ്രോബ്ലം ഉണ്ടായിരുന്നത്. അപ്പോ സീരിയൽ കാരണം നല്ല പ്രോബ്ലം ഉണ്ടാവുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. ആദ്യം മുതലേ അമ്മായിയമ്മ മരുമകൾ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു. സീരിയൽ കണ്ടുകൊണ്ടൊരു പ്രോബ്ലം ഉണ്ടാവുന്നു ഞാൻ പറയുന്നില്ല സർ. പിന്നെ കുറച്ചു പേരുടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ്, അവരുടെ കഴിവ് അവർക്ക് പ്രദർശിപ്പിക്കാം. അങ്ങനെ ഒരു അഭിപ്രായമാണ് സർ എനിക്കുള്ളത്. പക്ഷെ ഇതുപോലെ ലോങ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം 2 വർഷം 3 വർഷം ഒക്കെ അങ്ങനെ ലോങ് ആയിട്ട് കൊണ്ടുവരുത് എന്നുള്ളൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പോ ഒരു പറയുന്ന only few people think positive, but also they imitate. Okay. As we know, ഒരു ലിമിറ്റ് വേണം. ഇത്ര എപ്പിസോഡ്, ആ എപ്പിസോഡിൽ വെച്ച് അത് ഫിനിഷ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് വിദ്യ അഭിപ്രായം. അക്കോർഡിംഗ് ടു വിദ്യ. വിദ്യ, അവന്റെ ഈ വരികൾക്കിടയിൽ വിദ്യ പറഞ്ഞു ദി കോൺഫ്ലിക്ട് ബിറ്റ്വീൻ മദർ-ഇൻ-ലോ ആൻഡ് daughter-in-law, that is common even before the serial. Such incidents are there. Suppose ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തിട്ട്, വിദ്യ, when you become a mother-in-law, what will be your attitude? സർ, ഞാൻ മദർ-ഇൻ-ലോ ആയില്ലെങ്കിൽ എന്റെ ആറ്റിറ്റ്യൂഡ് അല്ലേ സർ ചോദിച്ചത്? സർ, അത് ഞാൻ മാക്സിമം ഞാൻ എന്തൊക്കെ അനുഭവിച്ചു അതൊക്കെ ഞാൻ തിരുത്താൻ ശ്രമിക്കും എന്നേ എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. കാരണം ശരിയാണ് സർ, ഞാനും ഒരുപാട് ഇതുപോലെ ആൻസി പറഞ്ഞ പോലെ എല്ലാ പ്രശ്നങ്ങളും ഞാനും എന്താ പറയാ ചെയ്തിട്ടുണ്ട്, ഫേസ് ചെയ്തിട്ടുണ്ട് എല്ലാ പ്രോബ്ലംസും. അതുപോലെ ആവരുത് എന്ന് ഞാൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ. സാർ, ഈ സീരിയലിലെ അമ്മായിയമ്മ മരുമോളുടെ മുഖത്ത് ചായ എടുത്ത് എറിയുന്നതായിട്ട് ഇവിടെ എറിയാനായിട്ടാ നിക്കുന്നത്. അപ്പൊ ഞാനും അതിനോട് യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് സാർ അങ്ങനെ പറയുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓ, വെരി ഗുഡ്. എന്തെല്ലാം പ്രശ്നങ്ങളാണല്ലേ. ചായ എടുത്തറിയാൻ വേണ്ടി എല്ലാ ഫാമിലികളുണ്ട്. പക്ഷെ അത് സീരിയൽ കണ്ടിട്ടല്ല എന്നാണ് ഞാൻ പറയുന്നത്.
Yes. Okay. Hello, sir. Yes. Who is Hello. next? Okay, Shabana. പറഞ്ഞോളൂ Shabana. സീരിയല് കാരണം എന്റെ വീട്ടിൽ എന്റെ സ്വന്തം വീട്ടിലും സീരിയല് കണ്ടിട്ടില്ല ഇതുവരെ. പിന്നെ കല്യാണം കഴിച്ചു വന്ന വീട്ടിൽ പിന്നെ 10 കൊല്ലമായി. ഇന്ന് വരെ സീരിയല് ഞങ്ങൾ വെക്കലില്ല. ഞങ്ങൾ ആരും ഇവിടെ സീരിയലിനെ പറ്റി ചർച്ചയൊന്നുമില്ല. പിന്നെ മൊത്തത്തിൽ ഇപ്പൊ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ സീരിയൽ അങ്ങനെ നിർത്തണം. അത് ഓരോരുത്തരുടെ ഒരുപാട് പേര് കാണുന്നുണ്ട്, എന്റർടൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതലും സീരിയൽ എന്ന് വെച്ചാൽ പലർക്കും അങ്ങ് അഡിക്ഷൻ ആവുന്നുണ്ട്. പലർക്കും ഒരു സന്ധ്യയൊക്കെ ആവുമ്പോഴത്തേക്കും ആ ഒരു സമയത്ത് അതങ്ങ് പെട്ടെന്ന് ആരായിക്കാലും എന്ത് തിരക്കാണേലും ആ സമയമാകുമ്പോഴത്തേക്ക് ആ എപ്പിസോഡിൽ എന്തെന്ന് അറിയാനുള്ള നമ്മുടെ അയൽവക്കത്തൊക്കെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ കാണാത്തോണ്ട് നമുക്ക് ആ ഒരു അഡിക്ഷൻ നമുക്കറിയില്ല. കാണാൻ വേണ്ടി ഭയങ്കര വേറെ എന്ത് തിരക്ക് മാറ്റി വെച്ചിട്ട് അങ്ങ് ചെല്ലലുണ്ട് കാണാൻ വേണ്ടി. പിന്നെ ഒരു മെയിൻ ഒരു കാര്യമായിട്ടാണ് അത് കാണുന്നത്. പിന്നെ ഇത് ഒരുപാട് പേരുടെ ജോലിയാണ്, ഇത് എന്റർടൈൻ ചെയ്യുന്നുണ്ട് ഒക്കെയാണ്. സീരിയല് കണ്ട് നശിക്കുക, അങ്ങനെ കുടുംബം തകരുക എന്നൊക്കെ അങ്ങനെ ഇവർക്ക് പറയുന്നതുകൊണ്ട് കേട്ടിട്ടേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ ഇപ്പൊ അനുഭവത്തിലൊന്നും പൊതുവെ ഇവിടെ ഉള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞു, അതങ്ങ് കഴിഞ്ഞു വിട്ടു. അല്ലാതെ അതിലെ ഒരു ഗ്രഡ്ജ് മനസ്സിൽ വെച്ച് ആരും അങ്ങനെ പെരുമാറില്ലൊന്നും നമുക്ക് ഈ ചുറ്റുവട്ടത്തൊന്നും നമുക്കറിയില്ല. അങ്ങനെ കാണാത്തോണ്ട് അങ്ങനെ പ്രത്യേകിച്ച്. Yes. Okay. Very good, Shabana. Shabana told that. ഞാന് ഒരു തമാശയായിട്ട് പറയാണ്. കാരണം എന്താ വെച്ചാല് അവിടെ ചില എപ്പിസോഡുകളിൽ ഇങ്ങനെ എൻഡ് ചെയ്യുമ്പോ ഏതെങ്കിലും ഒരു ഇതിൽ വെച്ചിട്ടാണല്ലോ അവർ എൻഡ് ചെയ്യുക. അപ്പൊ എന്താ വെച്ചാല് പിറ്റേ ദിവസം രാവിലെ ചിലപ്പോ അവിടുന്ന് അമ്മ എണീറ്റ് വരുമ്പോ പറയും, ഞാൻ ഇന്ന് ഉറങ്ങിയില്ല. അതെന്തേ എന്താ ഉറങ്ങാന്? അവര് എന്താ ഉണ്ടായാണാവോ, അതുകൊണ്ട് എനിക്ക് ഉറക്കം കിട്ടിയില്ല. അത്ര അഡിഷൻ ആവുകയാണ്. അതാണ് പ്രശ്നം വരുന്നത്. ഇല്ലാതുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. Yes. Very good. അവർക്കത് എഴുതുന്നതിന് പൈസ കിട്ടും, ഡയറക്ടർക്ക് പൈസ കിട്ടും. ഇത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. ഇതും ഒരു നമ്മൾ ഈ പറയുന്ന പോലെയുള്ള ഒരു സ്ലോ പോയിസണിങ് ആണ്. അതിൽ നിന്ന് വന്നു, അതായത് ഏകദേശം ഈ സീരിയലുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാള് എന്നോട് തമാശക്ക് ഏകദേശം 30-32 സീരിയല് ഒരേ സമയം പോയിട്ടുണ്ട്. അപ്പോ ഈ സീരിയല് കാണുന്ന ആള് ഇത് വിട്ടിട്ട് മറ്റേ സീരിയലിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഓരോ സീരിയലുകാരുടെയും ലക്ഷ്യം. അതിന് എന്താണോ ചേർക്കേണ്ടത്, ഒരു ചെറിയ കൊച്ചിനെ കൊണ്ടുവന്നാൽ കുറച്ചുകൂടി കിട്ടുമെങ്കിൽ അവർ ചെറിയ കൊച്ചിനെ കൊണ്ട്, ഒരു പുതിയൊരു ക്യാരക്ടറിനെ കൊണ്ടുവന്നാലാണ് അത് കിട്ടുമെന്നുണ്ടെങ്കിൽ കഥ ആ വഴിക്ക് വിട്ടിട്ട് അങ്ങനെ കൊണ്ടുവരും. യെസ്, സീരിയലിന്റെ കഥ എഴുതുന്ന എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ്, രാവിലെ അവിടെ നിൽക്കും, നിന്ന് കഴിയുമ്പോൾ അന്ന് എത്ര പേരുണ്ട് നോക്കും, ചിലപ്പോൾ 1-2 പേരൊക്കെ ലീവായിരിക്കും. അപ്പൊ അതനുസരിച്ച് ഒരു കഥ അപ്പ് റെഡിയാക്കി ആ സീരിയൽ ആ വഴിക്ക് വിടുന്നു. ചിലപ്പോൾ ഒരാഴ്ച ലീവാണെങ്കിൽ ആ കഥാപാത്രത്തിനും ആ ആക്സിഡന്റ് പറ്റിയതും പറഞ്ഞ് എടുത്തിട്ട് അപ്പൊ ടൈമിലാണ് ഇൻസ്റ്റന്റ് ആയിട്ടാണ് റെഡിയാക്കണത്. അപ്പൊ എഴുതുന്നു, അപ്പൊ റെഡിയാക്കുന്നു, അപ്പൊ ഷൂട്ട് ചെയ്യുന്നു. യെസ്. അപ്പൊ ആ സുഹൃത്ത് ഒരു മാസം 20 ദിവസം എഴുതാൻ വേണ്ടി പോകും. 10 ദിവസം നാട്ടില് അടിച്ചു പൊളിച്ച് കിടക്കും. പിന്നെ 20 ദിവസം വീണ്ടും പോയിട്ട് എഴുതിയിട്ട് 20 ദിവസം വീണ്ടും. യെസ്. അപ്പൊ അവര് പറഞ്ഞ അവരുടെ പ്രോഗ്രാം അനുസരിച്ച് 20 ദിവസം ഷൂട്ടിംഗ് കൊണ്ട് 10 ദിവസം ഫ്രീ. ആ 20 ദിവസം കൊണ്ട് ചിലപ്പോ ഒരു 2 മാസത്തെ കൊണ്ട് ഷൂട്ട് ചെയ്ത് വെക്കും അവര്. യെസ്. അപ്പോ ഇൻസ്റ്റന്റ് ആണ്. ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ആണത്. അപ്പൊ അവര് എന്താണ് ആഡ് ചെയ്യാൻ പറ്റുന്ന സാധനം അപ്പൊ അവര് ആഡ് ചെയ്യും. ഓക്കെ, then Lena, what is your opinion? Lena. Yes, sir. What is it? Lena, I disagree with Pran Kumar opinion, sir. Yes, എനിക്ക് എന്നെ ഡിസഗ്രി എന്ന് പറയാനും പറ്റില്ല. കാരണം 2 അഭിപ്രായമുണ്ട് എനിക്ക്. കാരണം നമ്മുടെ ജീവിതത്തോട് വെച്ച് നോക്കുമ്പോഴേ എൻ്റെ അമ്മയും എൻ്റെ ഭർത്താവിൻ്റെ അമ്മയൊക്കെ വിഡോസ് ആണ്. അപ്പൊ അവർക്കൊക്കെ അവരുടെ ഒരു ഇത് പറയാനോ ഇതൊന്നും ആരുമില്ല ഇപ്പൊ. അവരുടെ ആ സമയങ്ങളിലൊക്കെ അവരോട് സംസാരിക്കാനും ആരുമില്ല. അപ്പോ ആ സമയങ്ങളിൽ ഈ ഒരു എന്റർടൈൻമെന്റ് അവർക്കുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പോകാറില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ അമ്മ അത് കാണുമായിരിക്കും. പക്ഷേ എന്തെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് വരുമ്പോൾ ഏട്ടൻ TV ഓഫ് ആക്കും. അപ്പോൾ എൻ്റെ അമ്മ അപ്പം വിഷമിച്ചുകൊണ്ട് കാര്യം പറയും, എന്നോട് സംസാരിക്കാൻ ആരുമില്ല. എനിക്ക് എൻ്റെ ഈ സമയത്തൊക്കെ എന്നോട് സംസാരിക്കാൻ ആരില്ലെങ്കിൽ എന്നെ പറ്റി ചിന്തിക്കാൻ ആരുമില്ല. അപ്പൊ ഏട്ടനും ഞാനും എല്ലാവരും ഫോണിലായിരിക്കും. നമുക്ക് എന്റർടൈൻമെന്റ് ചെയ്യാൻ ഫോണുണ്ട്, അവർക്ക് അതില്ല. എനിക്ക് അത് വെച്ച് നോക്കുമ്പോഴൊക്കെ അവരൊക്കെ ഒരു പാവല്ലേ.
അവരുടെ എന്റർടൈൻമെന്റ് അതാണ്. നമുക്ക് സംസാരിക്കാൻ ഇപ്പൊ ആർക്കും സമയമില്ല പരസ്പരം സംസാരിക്കാൻ. അപ്പോ ഇത് പ്രായമായവർക്കും ഈ വീട്ടിൽ തനിച്ചിരിക്കുന്നവർക്കും ഇതൊരു നല്ലൊരു കാര്യമാണ്. അങ്ങനെയല്ല, അതിൽ അഡിക്റ്റ് ആവരുത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട് എനിക്ക്. അത് അത്ര പറയാനൊന്നും അറിയുള്ളൂ. എന്റെ ജീവിതം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാട്ടോ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഓക്കെ ഓക്കെ, യുവർ പ്രസന്റേഷൻ ഇസ് വെരി ഗുഡ്, വെരി ടച്ചിങ്. ഓക്കെ 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 ഓക്കെ. ഐസ സാർ, ഞാനിത് കാണാറൊന്നുമില്ല. പക്ഷെ യോജിക്കുന്നുണ്ടോന്ന് ചോദിച്ചാല് കുറച്ചൊക്കെ യോജിക്കുന്നുണ്ട്. പക്ഷെ ഈ വയസ്സായവരുടെയൊക്കെ ഇത് എടുക്കുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ഒരു എന്റർടൈൻമെന്റിന് ഇതൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം, അങ്ങനെയാണ് തോന്നുന്നു. യെസ്, ഓക്കെ ഓക്കെ ഐസ, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? ഞാൻ ആരുടെയും നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കുറെ തമ്പും ഇതൊക്കെ വിട്ടവരാണ് ഞാൻ വിളിച്ചത്. യെസ്, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ്. സർ, സീരിയല് കാണുന്ന പകരം ഇപ്പം ഇഷ്ടംപോലെ ഇപ്പം ഞാൻ തന്നെ മുമ്പ് സീരിയൽ കാണുമായിരുന്നു. ഇങ്ങോട്ട് ഹസ്ബൻഡിന്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് വന്ന ശേഷം സീരിയൽ കാണുമായിരുന്നു. അപ്പോൾ ഒരു എന്റർടൈൻമെന്റിന് അവര് അച്ഛനും അമ്മയും ഒക്കെ കാണുമ്പോൾ ഞാനും കണ്ടു. പക്ഷേ അത് കഴിഞ്ഞ ശേഷം ഇപ്പം എന്റർടൈൻമെന്റിന് ഇപ്പോൾ അത് കഴിഞ്ഞ് ഭഗവത്ഗീത ക്ലാസ് ഉണ്ട്, അത് ജോയിൻ ആയി. അപ്പോൾ ഞാൻ ആ സീരിയലിൻ്റെ ഇത് വിട്ടത്. അപ്പം ഇപ്പം അതിൽ കുറേ ആൾക്കാരുണ്ട്, മീൻസ് ഓൾഡ് വയസ്സായ കുറേ ആൾക്കാർ അതിൽ ജോയിൻ ആയിട്ട് 7:30 നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ആവും. അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സസ് എല്ലാം അവൈലബിൾ ആണ് ഇപ്പോൾ മൊബൈൽ ഉണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുക്കുക സീരിയലിന് പകരം നമുക്ക്. അപ്പോൾ സീരിയലിന് അഡിക്റ്റ് ആയിട്ട് അതിൽ തന്നെ കാണണമെന്നില്ല, നിർബന്ധമില്ല. അപ്പം ഞാനിപ്പോൾ അതിലിപ്പോൾ ജോയിൻ ആയിട്ടുള്ള ആളാ, ഒരു 3ാമത്തെ ലെവലിലേക്ക് എത്തി നമ്മൾ. അപ്പോൾ അത് കുറേ ആൾക്കാരുണ്ട്, കണ്ണൂർ, തൃശ്ശൂർ, ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആൾക്കാരും ഉണ്ട് അതില്. അപ്പോൾ അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് ഉണ്ടല്ലോ, അപ്പൊ അതും കൂടി നമുക്ക് ചെയ്തു കൊടുക്കാമല്ലോ. Okay, not depend upon the serial alone. You can depend upon any other things. Okay, Narmida, very good, very good, very good. Yes, okay, okay. Anybody? Sudhi Lakshmi? Sir, I am agree with the statement of Prem Kumar. I agree. കാരണം there is no benefit from the serial for our life. ഇതുപോലെ ഞാൻ സീരിയൽ കണ്ടുകൊണ്ടിരുന്നതായിരുന്നു, പക്ഷെ മടുത്തതാണ്. ഇതിങ്ങനെ ലാഗടിച്ച് പോയപ്പോൾ അങ്ങനെ മടുത്ത് പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല. ഇവിടെ TV ഇല്ല, പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ സീരിയൽ കാണൽ കുറവാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എൻ്റെ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവും കാണണം. അപ്പം അതുകൊണ്ട് ഞാൻ അമ്മയുടെ ഫോണിൽ ഹോട്ട്സ്റ്റാർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു. അമ്മ കണ്ടോട്ടെ, സീരിയൽ കാണാം. അത് നമ്മൾ അമ്മയുടെ ഇഷ്ടം നമ്മൾ ഇതാവരുതല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് അമ്മ അതിൽ കാണുന്നുണ്ട്. പക്ഷെ അതിൽ അഡിക്റ്റ് ഒന്നുമല്ല. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്റർടൈൻമെന്റിന് വേണ്ടി ഇപ്പൊ സീരിയൽ തന്നെ കാണുന്നില്ല, ഒത്തിരി റിയാലിറ്റി ഷോസ് അല്ലെങ്കിൽ ഫിലിമുകൾ, TV തന്നെ ഒത്തിരി വേറെ പരിപാടികളുണ്ട്. അതും ഒരു എന്റർടൈൻമെന്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് സീരിയൽ കാണുന്നതിനോട് അത്ര യോജിപ്പില്ല സർ. Yes, okay, okay, Sudhi. Yes, okay. Anybody? സാർ, എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്കും ഇതില്ല, യോജിപ്പില്ല. എന്താ പറഞ്ഞാൽ എന്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 10-22 വർഷമായി. പക്ഷെ അമ്മയെ തന്നെ ബിസിയാക്കി വെച്ച് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ ഇൻവോൾവ് ആയി. രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയി. പിന്നെ നമ്മൾ ഈ സീരിയലിനോടൊക്കെ അഡിക്ഷൻ ആവുന്ന സമയത്ത് നമ്മളുടെ സോഷ്യൽ ഇന്ററാക്ഷൻ കുറയും. പിന്നെ നമ്മൾ പ്രൊലോങ് സിറ്റിംഗ് ഒക്കെ ആവുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത് ഒക്കെ ബാധിക്കും. അപ്പോൾ നമ്മൾക്ക് കാണണം TV എന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനായിട്ട്. വല്ല നല്ല മൂവി കാണാം, ഇല്ലെങ്കിൽ വല്ല റിയാലിറ്റി ഷോസ് ഒക്കെ കാണാം. സീരിയലിന് അഡിക്ഷൻ ആയി കഴിയുമ്പോൾ ചിലവർ അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് നമ്മുടെ കുടുംബജീവിതത്തെയും ബാധിക്കുന്ന വിധത്തില് ആവുന്നുണ്ട്. അപ്പൊ അത്രയ്ക്ക് പാടില്ല. സീരിയലിനെക്കാളും ബെറ്റർ നമ്മളെ തന്നെ പല രീതിയിൽ ബിസി ആക്കി വെക്കുക. ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾ ഫിസിക്കലി കുറച്ച് ഫിറ്റ് ആയിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇതിപ്പോ ചില ആൾക്കാർക്ക് പറയുമ്പോൾ ഇത് കണ്ടിട്ട് നാളെ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ അവരുടെ മെന്റൽ ഹെൽത്ത്, അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുമ്പോൾ അത്
അത്ര നല്ലൊരു ഇതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ എൻ്റെ അമ്മ വൈകുന്നേരങ്ങളിൽ ടി വി ഇട്ട് അമ്മ രാവിലെ മുതൽ ബിസി ആയിരിക്കുന്നതുകൊണ്ട് ആ ടിവിയുടെ മുന്നിൽ കിടന്ന് ഉറങ്ങും. എന്താ അവിടെ നടന്നതെന്നൊന്നും അറിയില്ല. പിന്നെ ഓഫ് ചെയ്യും ടി വി. അങ്ങനെയാണ് നടക്കാറ്. സീരിയലിനോട് അഡിക്ഷൻ ഇല്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ബി എൻഗേജ്ഡ് ഓൾവേസ്, അതാണ് ആരതി പറഞ്ഞത്. ഓക്കെ ഓക്കെ, ഇൻ അതർ ആക്ടിവിറ്റീസ്. യെസ്, ദെൻ എനിബഡി? അപ്പൊ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഞാൻ നിങ്ങൾ എല്ലാവരും, ഐ അപ്രീഷിയേറ്റ് ഓൾ ഓഫ് യു ബിക്കോസ് യു ഹാവ് യുവർ ഓൺ ഒപ്പീനിയൻ ബേസ്ഡ് ഓൺ യുവർ ഓൺ എക്സ്പീരിയൻസ്. നിങ്ങളുടെ തന്നെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇതാണ് ടീച്ചർമാർക്ക് വേണ്ടത്. ടീച്ചർമാർക്ക് എപ്പോഴും ഉണ്ടാവണം ഒരു നിലപാടുണ്ടാവണം. എന്തുകൊണ്ട് ആ നിലപാടിലേക്ക് വന്നു എന്നുള്ളതിന് മറ്റുള്ളവരുടെ മുമ്പ് പ്രസന്റ് ചെയ്യാനുള്ള കാരണങ്ങൾ ഉണ്ടാവണം. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ, ബിക്കോസ് ഓഫ് ദീസ് റീസൺസ്. യെസ്, അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ ഇതൊന്ന് ഇംഗ്ലീഷിൽ പറയാന്നുള്ളതായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ അത് ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ കുറച്ചൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. നമുക്ക് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കാനുള്ളതല്ലേ. യെസ്, അതുകൊണ്ടാണ് ഇനി ഞാൻ ഇതേപോലുള്ള വിഷയങ്ങളൊക്കെ ആയിട്ടൊക്കെ വരും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോൺകോഡിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കോൺകോഡ്. അപ്പൊ കോൺകോഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സബ്ജക്റ്റ് യൂസ്ഡ് ആൻഡ് ദ വെർബ് യൂസ്ഡ്. നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റും നമ്മൾ ഉപയോഗിക്കുന്ന വെർബും തമ്മിലുള്ള ആ ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ കോൺകോഡ് എന്ന് പറഞ്ഞത്. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നു. സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ പ്ലൂറൽ ആയിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. വി ആൾസോ ഡിസ്കസ്ഡ് ദാറ്റ്. വേറൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു, അത് നമ്മൾ സൂചിപ്പിച്ചത് ചില സബ്ജക്റ്റുകൾ കാണുമ്പോൾ നമുക്കൊരു പക്ഷേ അത് പ്ലൂറലായിട്ട് തോന്നുമെങ്കിലും അത് സിംഗുലർ ആയിട്ടായിരിക്കും പരിഗണിക്കേണ്ടി വരിക. അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഓർ എന്ന് പറയുന്ന കൺജങ്ഷൻ ഉപയോഗിക്കുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ. ഓർ കഴിഞ്ഞതിന് ശേഷം എന്താണോ വരുന്നത് അതായിരിക്കും സബ്ജക്റ്റ്. ഇത്രയും വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. Am I right? ശരിയല്ലേ? Yes, sir. ഓക്കെ ഓക്കെ, ആൻസി. അപ്പൊ നമുക്ക് അതിന്റെ ബാലൻസോട്ട് പോകണം. ഞാൻ അടുത്തൊരു വാചകം പറയണം. നിങ്ങൾ ഇംഗ്ലീഷിൽ കേട്ടിട്ടുള്ള ഒരു യൂസേജ് ആയിരിക്കും ഐദർ ഓർ. EITHER ഐദർ. പിന്നെ കുറച്ച് കുത്തൊക്കെ ഇട്ടിട്ട് ഒരു ഓർ കാണും, ഐദർ ഓർ. ഐദർ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത്. യു ഗോ സൂൺ, യു വിൽ ഗെറ്റ് ഐദർ ബസ് ഓർ ട്രെയിൻ. വേഗം പോവുക. ഒന്നുകിൽ നിങ്ങൾക്ക് ട്രെയിൻ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ് കിട്ടും. ഐദർ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത് എന്നതാണ്. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഐദർ ഓർ വരുമ്പോൾ ഏത് സബ്ജക്റ്റ് ഏത് വെർബ് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. നമുക്ക് എക്സാമ്പിൾ എഴുതാം. ഇരിക്കും ഐദർ യുവർ uncles, 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 or your father dash come. I will repeat the question. Either your uncles, UNCLES, or your father dash come. ബ്രാക്കറ്റില് ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഹാസ് കോമ ഹാവ്. ചോദ്യം ഹരിതയോടാണ്. ഹരിത, ഇവിടെ എന്ത് വരും? ഹാസ് വരും, ഹാവ് വരും? ഹാസ് വരും. ഉറപ്പാണ്? ഉറപ്പിച്ചോ? അതെ സാർ. യെസ്, ഓക്കെ. ഒരാളോട് ചോദിക്കാം. അല്ലൂസ്. യെസ്, അല്ലൂസില്ല. ആരതി, ഹാസ് വരും, ഹാവ് വരും? ഹാവ് വരും സർ. യുവർ അങ്കിൾ, യുവർ ഫാദർ അല്ലേ? യുവർ അങ്കിൾസ്, യുവർ ഫാദർ എന്നല്ലേ? ഓർ യുവർ ഫാദർ. ഓക്കെ, അപ്പൊ എന്ത് വരും? Uncles or your father have come. കൊള്ളാല്ല. അപ്പൊ മാറ്റി പറയാനുള്ള
ഹരിത ഹാസിൽ ഉറച്ചു നിൽക്കുകയാണ്. ആരത് ഇതിൽ ഉറച്ചു നിൽക്കുന്നു? ഹാവില്. ഹാവില്. ഓക്കെ, അപ്പൊ രണ്ടഭിപ്രായം വന്നുകൊണ്ട് നമുക്ക് ഒരാളെ കൊണ്ട് പിടിക്കാം. ലെന, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എന്തായിരിക്കും ശരി? ഹാവ് ആണ് സർ. വെരി ഗുഡ്. അപ്പോ ഇതിനു മുമ്പുള്ള സെന്റൻസിൽ നമ്മൾ പറഞ്ഞു ഓർ വരുമ്പോ ഓറിന് ശേഷം വരുന്നതാണ് സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കേണ്ടത് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെ. ഐദർ ഓർ ഉണ്ടെങ്കിൽ ആ ഓറിന് ശേഷം വരുന്നതായിരിക്കും സബ്ജക്റ്റ്. അപ്പൊ അങ്കിൾസ് അല്ല ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. എന്താണ്? ഓറിന് ശേഷം വരുന്നതാണ് ഫാദർ. അത് സിംഗുലർ ആണ്. യെസ്. അപ്പൊ എന്താ വരുള്ളൂ? അവിടെ ഹാസ് എ വരുള്ളൂ. യെസ്. അപ്പൊ നിങ്ങൾ അവിടെ സൈഡിൽ എവിടെയെങ്കിലും എഴുതിയിട്ടോ ഐദർ ഓർ വരുമ്പോ ഓറിന് ശേഷം വരുന്നതായ സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കാവുന്ന നിങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. യെസ്. ഇനി ഇതേ സെന്റൻസ് വേറൊരു രീതിയിൽ വന്ന് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ വാചകം നമുക്കൊന്ന് മറിച്ചിടാം. എഴുതിക്കുക. അടുത്ത വാചകത്തിലേക്ക്. ഐദർ യുവർ ഫാദർ or uncles, UNCLES, uncles dash come. Either your father or uncles dash come. ബ്രാക്കറ്റില് ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഹാസ്, ഹാവ്. വിദ്യയോടാണ് ചോദ്യം. ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഹാവ് വരും. കറക്റ്റ് ആണ്. കാരണം എന്താണ്? ഓർ കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിരിക്കുന്ന അങ്കിൾ എന്നല്ല, അങ്കിൾസ് പ്ലൂറലായി. അപ്പൊ അവിടെ എന്ത് വരും? ഹാവ് വരും. യെസ്. ഇനി നമ്മളിവിടെ പറഞ്ഞു യു വിൽ ഗെറ്റ് ഐദർ ബസ് ഓർ ട്രെയിൻ. ഒന്നുകിൽ ബസ് കിട്ടും അല്ലെങ്കിൽ ട്രെയിൻ കിട്ടും. ഇതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള വേറൊരു യൂസേജ് ആണ് നൈദർ നോർ. NEITHER. നൈദർ നോർ. NOR. നൈദർ നോർ. യു വിൽ ഗെറ്റ് നൈദർ ബസ് നോർ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ബസ് കിട്ടൂല, ട്രെയിനും കിട്ടൂല. അതാണ് എന്റെ അടുത്ത്. നൈദർ എന്ന് പറയുമ്പോൾ നെഗറ്റീവായി. അപ്പൊ ഓർത്തിരിക്കുക, നൈദർ എന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ N ആണ്. N എന്ന് പറയുമ്പോൾ നെഗറ്റീവിന്റെ ഒരു ഫസ്റ്റ് വേർഡ് കൂടിയാണ്. അപ്പൊ അതങ്ങനെ ഓർത്തിരിക്കുക. നൈദർ നോർ നെഗറ്റീവ് ആണ്, ഐദർ ഓർ പോസിറ്റീവ് ആണ്. ഐദർ ഓർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത്. നൈദർ നോർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതുമില്ല അതുമില്ല എന്നാണ്. അടുത്തൊരു വാചകം. നൈദർ ദ ടീച്ചർ nor the students, STUDENTS. Neither the teacher nor the students dash present PRESENT, present here, HER. I will repeat the question. Neither the teacher nor the students dash present here. Okay. Bracketly is and R and is, comma R. Yes, also Chodhi. Good morning, sir. Yes, very good morning. R വരുന്നു sir. Sure. ഉറപ്പിച്ചു. വെരി ഗുഡ്. അത് കേട്ടെ. ചിത്രക്ക് ഈ അവസരം തന്നില്ല എന്ന് പറയണ്ട. ഈസ് വരും, ആറ് വരും. എങ്ങോട്ടങ്ങനെ ഉറപ്പിക്കേ. ഈസാണോ സർ? ഈസാണ്. ഒരാൾ ആറായിരുന്നു, ഒരാൾ ഈസാണ്. അപ്പൊ നമുക്ക് ഒരാളോട് ചോദിക്കാം. ദീപ്തി, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എന്ത് വേണം? ഈസ് വേണം, ആറ് വേണം?
ഈസ്. അപ്പൊ 2 ഈസാണ്, ഒരാറുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തോട്ട് വരാം. അപ്പൊ നേരത്തെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, ഓർ ഉണ്ടെങ്കിൽ ഐദർ ഓറോ വെറുതെ ഓറോ വന്നിട്ടുണ്ടെങ്കിൽ ആ ഓറിന് ശേഷം വരുന്നതാണ് സബ്ജക്റ്റ് ആയിട്ട് എടുക്കാവൂ, അതിനോട് എഗ്രി ചെയ്ത് വെർബ് ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞു. അതുപോലെ നൈദർ നോറിൽ നോർ എന്ന് പറയുന്ന നോ, ആ നോറ് കഴിഞ്ഞതിന് ശേഷം വരുന്നത് സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കാവൂ. ഇനി നിങ്ങൾ സെന്റൻസ് ഒന്ന് നോക്കിയേ. നൈദർ ദ ടീച്ചർ നോ ദ സ്റ്റുഡൻസ്. STUDENTS. സ്റ്റുഡന്റ് എന്നല്ല പറഞ്ഞേക്കണേ, സ്റ്റുഡൻസ്. അത് പ്ലൂറലാണ്. നോറ് കഴിഞ്ഞതിന് ശേഷം വരുന്നത് സ്റ്റുഡൻസ് അല്ലേ, അത് പ്ലൂറലാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്ത് വരും? 6 വരും. 6 കറക്റ്റ്. യെസ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് സൈഡിൽ നിങ്ങളൊന്ന് കുറിച്ച് വെച്ചോ. നൈദർ നോറാണെങ്കിൽ നോറിന് ശേഷം വരുന്നത് സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കാവുന്ന മാർജിനിൽ ഒന്ന് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. യെസ്. ഇനി ഇത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഇത് തന്നെ ഒന്ന് റിവേഴ്സ് നമുക്ക് ചിന്തിക്കാം. എനിക്ക് നൈദർ the students, 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 nor the teacher dash present here, dash present here, dash present here. ഓക്കെ. ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, ആറുണ്ട്. ഈസ് ഉണ്ട്, ആറുണ്ട്. യെസ്. പ്രവീണ. ഈസ് കറക്റ്റ് ആണ്. കാരണം ഓർ കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിരിക്കുന്ന ഏതാണ്? ആയതുകൊണ്ട് നമുക്ക് സിംഗുലർ സബ്ജക്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ പ്രവീണ. അപ്പൊ നമുക്ക് മനസ്സിലായി, ഓറിൽ മാത്രമല്ല ഐദർ ഓറിലും നൈദർ ഓറിലും നൈദർ നോറിലും ആ ഓറ് കഴിഞ്ഞതിന് ശേഷം വരുന്ന നോറ് കഴിഞ്ഞതിന് ശേഷം വരുന്ന സബ്ജക്റ്റ് നോക്കുക. അത് സിംഗുലർ ആണോ പ്ലൂറലാണോ നോക്കിയിട്ട് അതിനോട് എഗ്രി ചെയ്യുന്ന വെർബ് ഉപയോഗിക്കുക. പിടികിട്ടിയില്ലേ? യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഞാൻ നിങ്ങളോട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. ഒരു പി എന്ന് പറയുന്ന ലെറ്ററിൽ തുടങ്ങുന്ന കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ അതിന്റെ ആൻസർ പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല അല്ലെ? യെസ്. എന്നാ പോട്ടെ. അപ്പൊ ഞാനൊരു 2-3 ചോദ്യങ്ങൾ പറയുന്നു. അപ്പൊ നിങ്ങൾ അതിന്റെ ആൻസർ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം വരുന്ന ആൻസർ വരുന്ന 3 പേരെ ഞാൻ എന്ത് ചെയ്യുന്നു? പരിഗണിക്കും. ഏറ്റവും ആദ്യം ആൻസർ വരുന്ന 3 പേര്. ബാക്കിയുള്ളവരുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. എങ്കിലും ആദ്യം ആൻസർ പറയുന്ന 3 പേരെ പരിഗണിക്കും കേട്ടോ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ വൊക്കാബുലറി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയാൻ കൂടി വേണം. പിന്നീട് ഒരു കാര്യമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ആർ എന്നാണ്. ആർ മീൻസ് റെഡ്. ആർ എന്ന് പറയുന്ന ലെറ്ററിലായിരിക്കും നിങ്ങളുടെ ആൻസർ ആരംഭിക്കേണ്ടത്. അപ്പൊ ചോദ്യം പറയാം. ചോദ്യത്തിന് മലയാള പരിഭാഷയില്ല, ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. അപ്പോ പിന്നീട് നമുക്ക് വേണമെങ്കിൽ മലയാളം പറയാം ആൻസർ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം. ചോദ്യം ഇതാണ്: വാട്ടർ ഡ്രോപ്ലെറ്റ്സ് falling from cloud. Raindrops. And see the raindrops. Raindrops. Okay. And see ദീപ്തി, പിന്നെ ആരായിരുന്നു? ആർസു അല്ലെ?
നർമ്മിത ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? അത് നർമ്മിത വിളിച്ചു പറയുമ്പോൾ എല്ലാവരും അത് കേൾക്കും. ഇതാണ് എൻ്റെ ഒരു കുഴപ്പം. യെസ്, ഓക്കെ 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 ഓക്കെ. ആൻസർ എന്താണ്? റെയിൻ ആണ്. റെയിൻ ഡ്രോപ്സ് പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. യെസ് യെസ്. അപ്പോ നർമ്മിതയും കൂടി ഈ പ്രാവശ്യം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ കൊടുക്കാൻ ആകെയുള്ളത് മാർക്കാണ്, അത് നമ്മൾ വാരി പോലും കൊടുക്കുന്നത്. യെസ്. അടുത്ത ചോദ്യം ഇതാണ്. ആർച്ച് ഓഫ് ARCH, ആർച്ച് ഓഫ് കളേഴ്സ് ഇൻ ദ സ്കൈ. ആൻസി, ദീപ്തി, ആർസു. കറക്റ്റ് ആൻസർ ആണ് റെയിൻബോ. ഓക്കെ പ്രവീണ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്, റെയിൻബോ. ഞാൻ വളരെ എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ. റെയിൻബോ. യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് ശ്രദ്ധിച്ചു കേൾക്കൂ. സർക്കുലർ ഗോൾഡ് ബ്രാൻഡ്, BRAND, സർക്കുലർ ഗോൾഡ് ബ്രാൻഡ് won, WORN, won on a finger. Won on a finger. Ring. ദീപ്തി, ഹരിത, ദീപ്തി, പിന്നെ ഏതായിരുന്നു? Ring. ഓക്കെ പ്രവീണ, ഹരിത, ഞാൻ പറഞ്ഞു. പിന്നെ ആരായിരുന്നു? ഒരാൾ കൂടെ ഉണ്ടായിരുന്നില്ല? ഞാൻ സർ. എന്താ പറഞ്ഞത് അല്ലേ? യെസ് യെസ്, ഓക്കെ 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 ഓക്കെ. പ്രവീണ, യെസ്. പ്രവീണ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ. യെസ്. അപ്പോ ആരും കേൾക്കില്ല. ഓക്കെ 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 ഓക്കെ. റിംഗ് ആണ് കറക്റ്റ് ആൻസർ, ഗോൾഡ് ബ്രാൻഡ്. യെസ്. അടുത്തത്. A small carpet, a small carpet that covers a small area, a small carpet that covers also. Yes. നർമ്മിത, ഹരിത. ആർസു, നർമ്മിത ആൻഡ് ഹരിത. കറക്റ്റ് ആണ്. റഗ്, RUG. അതാണ് ചെറിയൊരു കാർപ്പറ്റിൽ ചെറിയ ഏരിയ കവർ ചെയ്യുന്നതിന് റഗ്, RUG. യെസ്, കറക്റ്റ്. അടുത്ത് എല്ലാ ആൻസറിന്റെയും ഫസ്റ്റ് ലെറ്റർ ആറാണ്ട, അതിനകത്ത് മാറ്റമൊന്നുമില്ല. അത് മാറുമ്പോൾ ഞാൻ പറയും. എ സ്മോൾ മെഷീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ സ്മോൾ മെഷീൻ ദാറ്റ് കൺട്രോൾസ് TV. Robot. ഹരിത, ആർസു, നർമ്മിത. ഹരിത, ആർസു ആൻഡ് നർമ്മിത. റോബോട്ട് വേണ്ട, നമുക്ക് റിമോട്ട് മതി. റിമോട്ട് കേട്ടോ. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, എ സ്മോൾ മെഷീൻ ദാറ്റ് കൺട്രോൾ TV, ദാറ്റ് ഈസ് റിമോട്ട്. അടുത്തത് ചോദ്യം ഇത്തിരി ഇത് ലെങ്ത് പോലെയാണ്, അല്ലെങ്കിൽ ഇത് കോംപ്ലിക്കേഷൻ ആണ്. നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറഞ്ഞാൽ മതി. മീനിങ് ആണ് ഞാൻ പറയുന്നത്. എ തിക്ക് സ്ട്രോങ് കോഡ്, CORD, കോഡ്. എ തിക്ക് സ്ട്രോങ് കോഡ് made by twisting, TWIST, twisting strands, STRANDS, strands together. I will repeat. A thick strong cord made by Sudhi, Ansi, Alus. Sudhi, Ansi and Alus. Yes. പിന്നെ വേറെ ആരാണ്? യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, ആൻസർ റോപ്പാണ്. റോപ്പ് ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ നൂലുകൾ ട്വിസ്റ്റ് ചെയ്തതല്ലേ. റോപ്പ് ഇസ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇതിന്റെ അകത്ത് ആദ്യം പറഞ്ഞത് ആരാണ്? ശ്രുതി അല്ലേ? യെസ്, വെരി ഗുഡ് വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് എലിവേറ്റഡ് ട്രാക്ക് റൈഡ്സ്, RIDES. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. I will repeat the question. Elevated
track rides in amusement park. In amusement park. Elevated. Ansi. Ride. കറക്റ്റ് ആ വേർഡ് വന്നിട്ടില്ല, എന്നാലും ആൻസി ആദ്യം പറഞ്ഞു. ആൻസി നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ 2 വേർഡ് ഉണ്ട്. ആൻസി ആദ്യം പറഞ്ഞുകൊണ്ട് ആൻസി നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം. എലിവേറ്റഡ് റോപ്പ് അല്ല പ്രവീണ, എലിവേറ്റഡ് ട്രാക്ക് റൈഡ്സ് ഇൻ അമ്യൂസ്മെന്റ് പാർക്ക്. എന്റെ പകുതി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവര്. യെസ്. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ തന്നെ പറയാം. റോളർ കോസ്റ്റർ. റോളർ മിക്കവരും പറഞ്ഞിട്ടുണ്ട്. ROLLE റോളർ കോസ്റ്റർ. COAST കോസ്റ്റർ. യെസ്. അപ്പൊ ഇത് പിടികിട്ടിയല്ലോ. ഇത് ഇടക്കിടക്ക് ഞാൻ ചോദിക്കും. നിങ്ങളുടെ വൊക്കാബുലറി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് ഞാൻ ചോദിക്കും. അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയാം. ഇതൊരു മത്സരമല്ല, ഒരു സൗഹൃദമാണ്. ഇതിൻ്റെ അകത്ത് ഒരു പക്ഷേ ടൈപ്പ് ചെയ്യാൻ വേഗത കുറഞ്ഞവർക്ക് ആദ്യത്തെ 3 പേരിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കുറഞ്ഞവർ മാർക്ക് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ കിട്ടിയ മാർക്ക് ഞാൻ പറഞ്ഞേക്കാം. യെസ്. അല്ലൂസിന് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ശ്രുതിക്കും 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പ്രവീണയ്ക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഹരിതയ്ക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ദീപ്തിക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി 3 പേർക്ക് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. ആൻസിക്ക് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആർസുവിനും 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നർമിത, യു ഹാവ് ഓൾസോ ഗോട്ട് 4 പോയിന്റ്. ഇത് ചിലപ്പോൾ ഞാൻ പോയിന്റ് ഇട്ടതിൽ 1 പോയിന്റ് ഒക്കെ ചിലപ്പോൾ പങ്കാളികളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവാം. പെട്ടെന്ന് ഇതിനകത്ത് കണ്ടുപിടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതൊക്കെ വിട്ടേര്. ഇത് ജസ്റ്റ് ഫോർ ഇതൊരു സൗഹൃദ മത്സരമായിട്ട് എടുത്താൽ മതി. അല്ലാതെ സീരിയസ് ആയിട്ട് മത്സരം എടുക്കേണ്ട. മാർക്ക് കുറഞ്ഞവർക്കും അഭിനന്ദനങ്ങൾ. കാരണം ഒരു പക്ഷേ ടൈപ്പ് ചെയ്യാനുള്ള വേഗത കുറവുണ്ടാക്കുന്നു. ഓക്കെ. സോ ടുഡേസ് പെർഫോമൻസ് വാസ് സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. താങ്ക് യു സർ. ഓക്കെ. അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യാം. സോ വിത്ത് ഓൾ യുവർ പെർമിഷൻ. യെസ്. എനിബഡി? ഇല്ല. With all your permission, let us close. We will meet in the next class. Okay, bye.